ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കളങ്കാവൽ ഒഫീഷ്യൽ ട്രെയിലർ. മമ്മൂക്ക നായകനായി എത്തുന്ന പുതിയ ചിത്രമാണ് കളങ്കാവൽ. അതിന്റെ ഒഫീഷ്യൽ ട്രെയിലറാണ് ഇപ്പം പുറത്തുവിട്ടിരിക്കുന്നത്. അതുപോലെ ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജിതിൻ കെ ജോസ്. പ്രൊഡ്യൂസർ മമ്മൂട്ടി കമ്പനി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതിന്റെ സ്ക്രിപ്റ്റ്, സ്റ്റോറി, സ്ക്രീൻ പ്ലേ ജിതിൻ കെ ജോസ്, അതുപോലെ ജിഷ്ണു ശ്രീകുമാർ രണ്ടുപേരും കൂടെ ചേർന്നാണ്. പിന്നെ ഇതിന്റെ മ്യൂസിക് മുജീബ് മജീദ്, എഡിറ്റർ പ്രവീൺ പ്രഭാകർ. അതുപോലെ മമ്മൂക്കയ്ക്ക് പുറമെ വിനായകന് ഒരു പ്രധാന റോളിലെത്തുന്ന ചിത്രമാണ് കളങ്കാവൽ. ഏതായാലും നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം. അതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ വീഡിയോയിലിട്ട് പോവാം. തിരുവനന്തപുരം ജില്ലയുടെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കാട്ടായിക്കോണം എന്ന് കേട്ടിട്ടുണ്ട്. അവരുടെ സുഹൃത്തുക്കൾ ഏറ്റുപിടിച്ച് വലിയൊരു വഴക്കായി മാറി. പിന്നീട് അത് നാട്ടിലെ രണ്ട് പ്രബല സമുദായങ്ങൾ തമ്മിലുള്ള ഒരു ലഹളയായി മാറുന്നു. ആ വർഗീയ കലാപത്തിന്റെ തായ്വേരുകൾ തേടിച്ചെന്ന കേരള പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ അവിചാരിതമായി തുറന്നു കിട്ടിയ ഞെട്ടിക്കുന്ന തെളിവുകളല്ല. തിരഞ്ഞു തിരഞ്ഞ് ഒടുവിൽ തമിഴ്നാട് കേരള ബോർഡർ അവർ നടത്തിയ അത്യസാധാരണമായൊരു കുറ്റാന്വേഷണത്തിന്റെ കഥ. അത് വല്ലാത്ത കഥയാണ്. ഇതിനൊരു അവസാനം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി. വിനായകൻ പോലീസാണോ? പോലീസ് ഇത്തിരി ഡീസന്റ് ലുക്കിലൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് കാണിച്ചേ ട്രെയിലർ തീരാറായി. ഓ അത് പൊളി. അത് പൊളിച്ച് കേട്ടോ. നമുക്ക് കാണിക്കുന്ന സീൻ നവംബർ 27 റിലീസ്. എന്തായാലും കിടിലൻ ട്രെയിലർ അല്ലേ? എന്താ പറയുക, ലാസ്റ്റ് ട്രെയിലർ എൻഡ് തീരാൻ നേരത്താണ് ഇതില് മമ്മൂക്കയെ കാണിക്കുന്നത്. അതുപോലെ ഇതിന്റെ സ്റ്റോറി ഇത് പറയുന്നുണ്ടല്ലോ, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ചിത്രം. ഒരു പഴയ കാലഘട്ടം അല്ലേ, തിരുവനന്തപുരം അതുപോലെ തമിഴ്നാട് ബോർഡറിൽ വെച്ച് നടക്കുന്ന ഒരു കലാപം, അങ്ങനെ എന്തോ സംഭവം. അതിനെ ഇൻവെസ്റ്റിഗേഷൻ ടീം വിനായകൻ അല്ലേ, പോലീസാണ്. പക്ഷെ കൊലപാതകം അത് തന്നെ, കലാപം അതിൽ സ്വാഭാവികമായി കൊലപാതകം കാണും. അപ്പം അത് അന്വേഷിക്കുന്ന ഒരു ടീം. പിന്നെ കുറച്ച് ആർട്ടിസ്റ്റുകളെ സംഭവം കാണിക്കുന്നുള്ളൂ. മമ്മൂക്ക ലാസ്റ്റ് കാണിച്ചു പോകുന്നല്ലേ, അത് ലൈറ്റപ്പ് അന്ന് കാണിക്കുന്ന ഒരു ഷോട്ട് സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു അല്ലേ കഥാപാത്രമായിരിക്കണം മമ്മൂക്ക അവതരിപ്പിക്കുന്നത്. അതിൽ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി അറിയത്തില്ല, അങ്ങനെയാണെങ്കിൽ പൊളിയായിരിക്കും അല്ലേ. ഭ്രമയുഗവും ഒക്കെ പൊളിച്ചടിക്കുകയാണെങ്കിൽ ഈ പടം എന്തായാലും പ്രതീക്ഷയുള്ള ഒരു മൂവിയാണ് അല്ലേ. കുറച്ച് നാളായി വെയിറ്റ് ചെയ്തിരിക്കുന്ന മൂവിയാണ് സംഭവം. ഇതൊരു അല്ലെ ഒരു ആവറേജ് അല്ലെ ഒരു മിനിമം ഒരു നല്ലൊരു അഭിപ്രായം നേടുന്നെങ്കിൽ ഇത് കത്തി കയറാൻ ചാൻസ് ഉള്ള ഒരു മൂവിയാണ് ഭ്രമയുഗം എന്ന് വെച്ചാൽ അല്ലേ. ഒരു മമ്മൂക്കയുടെ ഒരു പടം ഇറങ്ങിയിട്ട് തന്നെ കുറച്ച് നാളായി. റിലീസൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു ഫ്രഷ് പടം എന്ന രീതിയിൽ അല്ലേ ജനങ്ങൾ തിയേറ്ററിലോട്ട് കയറാൻ ചാൻസ് ഉള്ള ഒരു മൂവിയും കൂടെയാണ്. അതുപോലെ മ്യൂസിക്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഉള്ളായിരുന്നു. അങ്ങനത്തെ ഒരു സംഭവം, അതായത് ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ ഒരു ഇത് ടൈപ്പ് എന്ന് വെച്ചാൽ ക്ലിക്കാവാൻ ചാൻസ് ഉണ്ട്. കാര്യം മമ്മൂട്ടി കമ്പനിയും കൂടെയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. അതുപോലെ വേറൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ഉണ്ടായിരുന്നല്ലോ മമ്മൂക്കട,
അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റായ ചിത്രമാണ്. അത് പേര് ഓർമ്മയിട്ടില്ല. അതുപോലെ ഇതും സക്സസ് ആവാൻ അല്ലേ ചാൻസ് ഉള്ള ഒരു പടം. എന്തായാലും നല്ല നൈസ് ട്രെയിലർ. അതുപോലെ റിലീസ് ഡേറ്റ് എടുത്തിരിക്കുന്ന November 27. നവംബർ, ഈ മാസം ലാസ്റ്റ് റിലീസ് ചെയ്യുന്നു. അപ്പം അതെ, പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യും. അപ്പം വീഡിയോ എൻ്റെ